ആണ് കട്ട് ചെയ്യാൻ പോണത് ഗേദറാട്ടോ. അപ്പോൾ ഗേദർ നല്ല സാഫി ആക്കിയിട്ട്, അതായത് ബോൺലെസ്, സ്കിൻ ഔട്ട് എന്നല്ല പറയാം, സ്കിൻ ഓഫ് ആട്ടോ മീനിൻ്റെ കാര്യത്തിൽ പറയാം. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചോളി ഇംഗ്ലീഷിൽ. പിന്നെ മീൻ സ്കിൻ ഔട്ട് എന്നല്ല, സ്കിൻ ഓഫ് എന്ന് പറയാം. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു മീനിൻ്റെ ടേസ്റ്റ് കിട്ടാത്തതിൻ്റെ മെയിൻ പ്രശ്നങ്ങളിലൊന്ന് ഓവർ കുക്കഡ് ആണ്. അപ്പോൾ പിന്നെ ഓവർ കുക്കഡ്, അതുപോലെ തന്നെ ഇനി ഡൗൺ കുക്കഡ്, അതായത് പിന്നെ കറക്റ്റായിട്ട് കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മീനിൻ്റെ പ്രശ്നം എന്താണ്? മീൻ കറക്റ്റായിട്ട് കുക്ക് ചെയ്തില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ ഛർദിൽ, വയറിളക്കം, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ. പച്ചയ്ക്ക് മീൻ കഴിക്കുന്നവരുണ്ട്. പച്ചയ്ക്ക് മീൻ കഴിക്കാൻ പറ്റിയ സാധനം നമുക്കിവിടെ അവൈലബിൾ അല്ല. പിന്നെ ഷ്രിമ്പ് ആയിക്കോട്ടെ, ട്യൂൺ ആയിക്കോട്ടെ, അങ്ങനെ എന്തായാലും പച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയ ഐറ്റം നമുക്കിവിടെ അവൈലബിൾ അല്ല. അതായത് അത്ര ഫ്രഷ്ലി ആയിട്ട് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ്. കഴിക്കാൻ പറ്റും. പിന്നെ ഈ ബോട്ടിൽ പോകുന്നവരൊക്കെ നമ്മുടെ കൂന്തൽ കണവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്താ പറയുക, പുകക്കുഴലിൽ വെച്ചിങ്ങാട്ട്, അതായത് ക്ലീൻ ചെയ്ത് നേരെ വെയിലത്ത് ഉണങ്ങാനിട്ട പോലെ കഴിക്കുന്ന ടീമുണ്ട്. അത് ഡ്രൈ ആക്കിയിട്ടാണെങ്കിലും പച്ചയ്ക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് അത്ര ഫ്രഷ് അവൈലബിൾ ആവുന്ന സമയത്ത് മാത്രമേ പച്ചയ്ക്ക് കഴിക്കാവൂ. അല്ലാത്തത് ഐസിട്ട് വരുന്ന 2 ദിവസം ഫ്രോസൺ ആക്കി വരുന്ന മീനുകളൊന്നും പച്ചയ്ക്ക് കഴിക്കരുത് തന്നെയാണ്. പച്ചയ്ക്ക് കഴിക്കാമോ എന്നുള്ളൊരു ചോദ്യം, പച്ചയ്ക്ക് കഴിക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ മീനെപ്പോഴും വേവിച്ചിട്ട്, അതായത് പൊരിക്കുന്നതിന് നമ്മളെതിരല്ല, പക്ഷേ കറി വെച്ച് കഴിക്കുകയാണ് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് കഴിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നേ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ബിലാലിൻ്റെ കട്ടിങ് കഴിഞ്ഞ്, അപ്പോൾ ലഹംസ